ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 48. രചന ഫൗസിയ നൗഷാദ്. ഈ കഥയിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് പറഞ്ഞ് ശരത്ത് എഴുന്നേറ്റു. ആ ട്വിസ്റ്റ് ഞാൻ തന്നെയാണ്. ശരത്ത് പറഞ്ഞത് മനസ്സിലാവാതെ ആശിയും ദർശും എഴുന്നേറ്റു. ശരത്തിൻ്റെ കണ്ണുകളിൽ പല ഭാവങ്ങൾ മിന്നിമറഞ്ഞു. ദർശ് മഹാദേവ്, നിങ്ങൾക്ക് ഞാൻ വെറും പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ മാത്രമായിരുന്നു. എന്നാൽ അങ്ങനല്ലല്ലോ സാറേ. ഐ എം എ പോലീസ് ഡിറ്റക്റ്റീവ്, മിസ്റ്റർ ശരത് ചന്ദ്രൻ. അവൻ പറയുന്നത് കേട്ട് ദർശും ആശിയും അവനെ തന്നെ നോക്കി. ദർശ് അത്തവണ ഞെട്ടിയില്ല. കാരണം അത്രമാത്രം ഒരു ഷോക്കിലാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ രഹസ്യമായി പോലീസിന് കേസ് തെളിയിച്ചു കൊടുക്കുന്ന ഒരാളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ക്ലോസ് ആയ പല കേസുകളും ഞാൻ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുറ്റവാളികളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജോലി എൻ്റെ പാഷൻ ആയതുകൊണ്ട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവായും ഞാൻ വർക്ക് ചെയ്യുന്നു. ദർശനോട് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാനതൊരു കൊലപാതക കഥ ആവുമെന്ന് ഒരിക്കലും കരുതിയില്ല. അതറിഞ്ഞപ്പോൾ എനിക്കങ്ങോട്ട് ഇൻട്രസ്റ്റ് കൂടി. അത് പറഞ്ഞ് ഒരു നിഗൂഢ ചിരിയോടെ ശരത്ത് പോക്കറ്റിൽ നിന്ന് കുറേ പണം എടുത്ത് ദർശിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇനി ഇതെനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ ഈ വേലായുധൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ശിവാനിക്ക് വേലായുധൻ്റെ കാര്യം അറിയില്ലായിരുന്നു. അവൾ മേജർ ആവുന്നതിന് മുന്നെയാണ് ആ രംഗം കണ്ടത്. അതുകൊണ്ട് തന്നെ അവളുടെ സാക്ഷിമൊഴി വില പോവില്ല. പക്ഷേ വേലായുധൻ്റേത് അങ്ങനല്ല. അയാൾ ഈ കേസിലെ സാക്ഷിയാണ്. ആ ഒറ്റ ആള് മതി ഈ കൊലപാതകം എനിക്ക് തെളിയിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ദർശ് ഇതൊന്നും അറിയാതെയാണ് അന്വേഷിക്കാൻ എന്നെ ഏൽപ്പിച്ചതെങ്കിലും ദർശ് അറിയാതെ എൻ്റെ അച്ഛനെ കൊടുക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ക്ലോസ് ചെയ്ത, അല്ലെങ്കിൽ മഹാദേവ് ക്ലോസ് ചെയ്യിപ്പിച്ച ആ ഫയൽ ഞാൻ റീഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇനി അയാൾ കുടുങ്ങും. ആശി ഒരു നടുക്കത്തോടെയാണ് ഇതൊക്കെ കേട്ടു നിന്നത്. കഥയിൽ പുതിയൊരു ട്വിസ്റ്റ്. ശിവാനി ഇതറിഞ്ഞ ഉറപ്പായും തുള്ളിച്ചാടും. അവൾ കാത്തിരുന്ന നിമിഷങ്ങളാ. അവള് കൂടി വേണമായിരുന്നു. അവന് മനസ്സിൽ ചിരി വന്നു. പക്ഷെ ദർശിന്റെ അവസ്ഥയോർത്ത് അവനത് പ്രകടമാക്കിയില്ല. ആൻഡ് കഥ തീർന്നില്ല. ഇനി എന്താ എന്ന ആകാംക്ഷയോടെ അവർ ശരത്തിനെ നോക്കി. ഞാൻ ആരാണെന്ന് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരാം. വിശ്വനാഥൻ അച്ഛൻ എൻ്റെ കൂടി അച്ഛൻ്റെ സ്ഥാനത്തുള്ള മനുഷ്യനായിരുന്നു. എൻ്റെ അച്ഛൻ വിശ്വനാഥൻ അച്ഛൻ്റെ പാടത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്നമായിരുന്നു അദ്ദേഹം. എൻ്റെ അച്ഛന് പാടത്ത് ജോലി നൽകി എൻ്റെ പഠനാവശ്യങ്ങൾ നിർവഹിച്ചു. പക്ഷേ ഇതൊന്നും ശിവാനിക്ക് അറിയില്ല. അവളുടെ അച്ഛൻ ഒരുപാട് പേരുടെ ദൈവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യരുടെ എല്ലാം ദൈവം തന്നെയായിരുന്നു അദ്ദേഹം. നന്മയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നെപ്പോലെ എത്രയോ കുടുംബങ്ങൾ സഹായിച്ചിരിക്കുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണം അതെൻ്റെ അച്ഛനെയും തകർത്തു. എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊരു കൊലപാതകമായിരുന്നു എന്ന്. പക്ഷെ ആരും അത് പുറത്തു പറയില്ല എന്നൊക്കെ. അന്ന് ഞാനൊരു കുട്ടിയായതുകൊണ്ട് അത് കാര്യമാക്കിയില്ല. ആദ്യം ദർശനോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ കരുതിയില്ല അത് വിശ്വനാഥൻ അച്ഛൻ്റെ മകൾ ശിവാനി ആവുമെന്ന്. പക്ഷേ പിന്നീട് എനിക്കത് മനസ്സിലായി. ആ പാവം മനുഷ്യനെ കൊന്ന മഹാദേവിന് ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ്റെ കണ്ണുകളിൽ കനലരിഞ്ഞു. ദർശ്, നീ ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ, D&D, അതായത് നിന്റെ അച്ഛൻ്റെ കമ്പനി, അത് യഥാർത്ഥത്തിൽ നിന്റെ അച്ഛൻ്റേതല്ല. ആ കമ്പനി ഉണ്ടാക്കിയതിൻ്റെ പകുതിയിലേറെ തുകയും ശിവാനിയുടെ അച്ഛൻ്റെ സ്വത്താണ്. ചുരുക്കി പറഞ്ഞാൽ ശിവാനിയും കുടുംബമാണ് അതിൻ്റെ അവകാശികൾ. അതുകൊണ്ട് തന്നെ ആ കമ്പനി ഞാൻ പൂട്ടിക്കും. അല്ലെങ്കിൽ നിന്റെ അച്ഛനെ എടുത്തു കളഞ്ഞിട്ട് ശിവാനിയെ ഞാൻ അതിൻ്റെ ഉടമസ്ഥനാക്കും. ഇനി കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നീ നിന്റെ അച്ഛനോട് പറഞ്ഞേക്ക് എല്ലാ കാലത്തും മനുഷ്യർക്കൊരു സത്യം മറച്ചു വെക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ശരി, നമുക്കുടനെ കാണാം. അത് പറഞ്ഞ് ശരത്ത് കടന്നുപോയി. ദർശ ആശയുടെ ചുമലിലേക്ക് ചാഞ്ഞു. അവൻ്റെ ഉള്ളിൽ ഇരമ്പുന്ന കടൽ ആശയ്ക്ക് മനസ്സിലായി. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. വാ ദേവാ, നമുക്ക് കാറിൽ പോവാം. അവനെയും കൂട്ടി ആശി കാറിൽ കയറി. ആശിയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ. ആശി കാറ് ഡ്രൈവ് ചെയ്തു. ദർശു മുഖം കാലിൽ പൊഴുത്തിരിക്കുകയാണ്. ദേവാ, നീ ഇങ്ങനെ ഡൗൺ ആവല്ലേ. ഈ സത്യങ്ങൾ എന്നാലും നീ അറിയേണ്ടതല്ലേ. ദർശു തലയുയർത്തി നോക്കി. അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ വയ്യടാ, എൻ്റെ അച്ഛനൊരു കൊലപാതകനാണെന്ന്, ഇത്രമാത്രം ക്രൂരനായിരുന്നെന്ന്. എന്തിനാടാ എന്നിട്ട് എന്നോട് അഭിനയിച്ചത്? ഈ സത്യമൊക്കെ നിനക്കും അപ്പം അറിയാമായിരുന്നല്ലേടാ? അതേ ദേവ, എല്ലാം ശിവ എന്നോട് പറഞ്ഞിരുന്നു. നിന്നോട് അവൾ ആദ്യമേ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നീ അവളെ സംശയിക്കുക മാത്രമേ ചെയ്യൂ. ഒരിക്കലും അവൾ പറയുന്നത് നീ കേൾക്കുമായിരുന്നില്ല. ഇപ്പോൾ തെളിവോട് കൂടി നിനക്ക് മനസ്സിലായില്ലേ? ഈ സമയത്തിന് വേണ്ടിയായിരുന്നു അവളും പറയാതെ കാത്തിരുന്നത്. എന്നാലും എൻ്റെ ശിവ, അവളുടെ അച്ഛനെ തന്നെയല്ലേ ഇല്ലാതെയാക്കിയത്? അതും അവളുടെ കൺമുമ്പിൽ വെച്ച്. ആരെങ്കിലും സഹിക്കുമോ അത്? അപ്പോൾ അവളെ ശരിക്കും അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നല്ലേ? എല്ലാവരും ചേർന്നുള്ള നാടകമായിരുന്നു ഇത്. ഇത്ര നാളും ഞാൻ മാത്രം പൊട്ടനായിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊന്നുമല്ല ദേവ. അച്ഛൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചതിൻ്റെ കാര്യം നിനക്ക് മനസ്സിലായില്ലേ? ഒരിക്കലും ഈ സത്യം നീ അറിയാൻ അയാൾ ആഗ്രഹിച്ചില്ല. അന്ന് നമ്മൾ നാട്ടിലേക്ക് പോയപ്പോൾ നമ്മളെ ആക്രമിക്കാൻ കുറേ പേര് വന്നില്ലേ? അത് നിന്റെ അച്ഛൻ്റെ ആളുകളായിരുന്നു. നാട്ടിലേക്ക് പോയാൽ നീ നിന്റെ സത്യങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതിയാണ് അയാൾ അന്നങ്ങനെ ചെയ്തത്. എന്നാൽ അവിടെ നമ്മുടെ രക്ഷിക്കാൻ വന്നത് ശിവാനിയുടെ ഡാഡിൻ്റെ ആളുകളാണ്.
ദൈവം എന്നും അവളുടെ ഒപ്പമാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛൻ, അദ്ദേഹത്തെ ഞാൻ ദൈവതുല്യനായിട്ടാണ് കണ്ടത്. ഇതിപ്പോ നീ വിഷമിക്കണ്ടടാ. നീ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നറിഞ്ഞാൽ നിന്റെ അച്ഛൻ ഉറപ്പായും തകരും. നീ ഒരിക്കലും അയാളെ വെറുക്കരുതെന്നാണ് അയാളുടെ മനസ്സിൽ. ഇതൊക്കെ കേട്ടാൽ ആരാ ആശി വെറുക്കാതിരിക്കുക? അച്ഛനായി പോയി, അല്ലായിരുന്നെങ്കിൽ. ഇതേ സമയം മഹാദേവ് ഇല്ലാത്ത തക്കം നോക്കി മുറിയിൽ കയറിയതാണ് ശിവാനി. അവൾ ക്യാമറയിൽ കണ്ടെടുത്ത് താക്കോലിനായി പരതി. പക്ഷെ താക്കോൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ തന്നെയാണല്ലോ അയാൾ താക്കോൽ വെക്കുന്നത്. ഇനി അതും മാറ്റിയോ? അവൾ കൂടുതൽ ധൃതിയോടെ തിരഞ്ഞു. പെട്ടെന്ന് പിന്നിൽ വാതിലടയുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. വാതിലിന്റെ സാക്ഷിയിട്ട് ക്രൂര ചിരിയോടെ മഹാദേവ്. പെട്ടെന്നുള്ള പ്രതികരണത്തിൽ അവളൊന്ന് ഭയന്നു. അയാൾ ഓഫീസിലായിരുന്നില്ലേ? ആ സമയത്ത് അവൾ അയാളെ അവിടെ പ്രതീക്ഷിച്ചതേയില്ല. ഹാ, ശിവാനി, ഇതാണോ തിരക്കുന്ന താക്കോല്? തൻ്റെ ഷെൽഫിന്റെ താക്കോൽ അയാൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? എനിക്കറിയാമായിരുന്നു ശിവാനി, നീ ഉടനെ തന്നെ മുറിയിൽ കയറുമെന്ന്. എൻ്റെ മുറിയിലെ സാധനങ്ങൾ ചെറുതായി മാറിയാൽ പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ക്ഷേത്രത്തിൽ പോയ ദിവസം നീ മുറിയിൽ തിരച്ചിൽ നടത്തിയത് എനിക്ക് മനസ്സിലായിരുന്നു. ഇനി ഉടനെ തന്നെ നീ ബാക്കി തിരയുമെന്ന് എനിക്ക് നന്നായിട്ടറിയായിരുന്നു. നീ എന്നെ കൊടുക്കാൻ നെയ്ത വലയിൽ നീ തന്നെയാണ് കുടുങ്ങിയത്. അയാൾ ക്രൂരമായി അട്ടഹസിച്ചു. ശിവാനിയുടെ ധൈര്യം ചോർന്നു തുടങ്ങിയിരുന്നു. എങ്കിലും തോറ്റുകൊടുക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. എല്ലാവരും മാറാൻ വേണ്ടി നീ കാത്തിരുന്നതായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനായിട്ടാണ് എല്ലാവരും ഇവിടെ നിന്ന് മാറ്റിയത്. പക്ഷേ അവർക്കാർക്കും അതറിയില്ല. ദർശ് തിരികെ വരുമ്പോഴേക്കും നീ ഇവിടെ ഉണ്ടാവില്ലല്ലോ ശിവാനി. എല്ലാ പ്രാവശ്യവും ജയിക്കാമെന്ന് കരുതണ്ട മഹാദേവ്. ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്ക് എന്തെങ്കിലും വന്നാൽ ചോദിക്കാൻ ഒരുപാട് പേരുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സുഖമായി ജീവിക്കുക എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിനക്കാണ് തെറ്റിയത്. എൻ്റെ ഡാഡ് നിന്നെ കൊത്തി നിറുക്കും. അതാരാണെന്ന് എനിക്കറിയില്ല. നീ ആരാലും എന്നോട് കളിക്കാൻ മാത്രം അവർ വളർന്നിട്ടില്ല. മഹാദേവന്റെ ചിരി അവൾക്ക് അലോസരമായി തോന്നി. അവൾ പോവാനായി ഒരുങ്ങിയതും അയാൾ അവളെ തടഞ്ഞു. അങ്ങനെ അങ്ങ് പോയാലോ മോളെ? ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാ ഞാനും കാത്തിരുന്നത്. ഇന്ന് നിന്റെ അന്ത്യമാ ശിവാനി. അവൾക്ക് ചെറുതായി പേടി വരുന്നുണ്ടായിരുന്നു. സഹായിക്കാൻ ഇപ്പോൾ മറ്റാരും ഇല്ലല്ലോ. പക്ഷേ ശിവാനി അത് പുറത്ത് കാണിച്ചില്ല. ദേവേട്ട നിങ്ങളെ വെച്ചേക്കില്ല. ഹോ, എൻ്റെ മോൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്നോ കയറി വന്ന നീ പറയുന്നതിനേക്കാൾ അവൻ എൻ്റെ വാക്കിനെ വില കൽപ്പിക്കൂ. ഞാൻ പറയുന്നത് അവൻ കേൾക്കും. എങ്ങനെ അവനെ ബോധിപ്പിക്കണമെന്ന് എനിക്കറിയാം. അത് പറഞ്ഞ് അയാൾ അവളുടെ അടുത്തേക്ക് നീങ്ങി. അവൾ ഓരോ അടി പിന്നിലേക്ക് വെക്കും തോറും അയാൾ മുന്നോട്ട് നീങ്ങി. അവൾ സ്വയം രക്ഷയ്ക്കുള്ള സാധനങ്ങൾക്കായി അടുത്തൊക്കെ പരതി. ഒന്നും തന്നെയില്ല. ദൈവമേ, ഞാൻ ശരിക്കും കുടുങ്ങിയല്ലോ. അയാൾ അവളോട് ചേർന്ന് നിന്നു. അവൾ സകല ശക്തിയും എടുത്ത് അയാളുടെ അടിവാരിൽ മുട്ടുകയറ്റി. അയാൾ പിടനൊന്ന് നിലവിളിച്ചെങ്കിലും തൊട്ടടുത്ത നിമിഷം അയാൾ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. കുറെ നാളായി നിന്നെ തീർക്കാൻ നോക്കി നടക്കുന്നു. നീ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ വന്നവളല്ലേ? ഇപ്പോൾ നീ ഇഞ്ചിഞ്ചായി ചാവാൻ പോവുകയാ. അവളുടെ കവിളിൽ അയാൾ ആഞ്ഞടിച്ചു. അവൾ ആ കൈക്കരുത്തിൽ താഴെ വീണുപോയി. അവളുടെ കഴുത്തിൽ അയാളെ കൈമുറുക്കി. അവൾ ചുമയ്ക്കാൻ തുടങ്ങിയപ്പോൾ കൈമാറ്റി. എഴുന്നേൽക്കാൻ ശ്രമിച്ച അവളുടെ രണ്ട് കവിളിലും മഹാദേവ് ആഞ്ഞടിച്ചു. തൻ്റെ ആത്മാവ് ദേഹത്ത് നിന്ന് ദൂരേക്ക് അകലുന്നത് അവൾ അറിഞ്ഞു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.